അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണ് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഇതിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ബെക്സോവ ബ്ലെൻഡർ ലോഞ്ച് പാഡ് എന്ന് പറയുന്ന പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലൂടെ സംസാരിച്ച് പോവേണ്ടതുണ്ട്. ആ രൂപത്തിലൊക്കെയുള്ള സംഗതികളാണ് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ 3D മോഡൽ ആർട്ടിസ്റ്റ് ആയിട്ട്, ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയിട്ട്, ഒരു 3D മോഡൽ ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. എന്താണ് ബ്ലെൻഡറിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിലെ ലാസ്റ്റ് വരെ നിൽക്കുന്ന ആളുകൾക്ക് ചെറിയ ചില എക്സ്ക്ലൂസീവ് ഗിഫ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും. ആക്ഷൻ ടേക്കേഴ്സ് എപ്പോഴും വിൻ ചെയ്യുന്നവരാ. ആക്ഷൻ ടേക്കേഴ്സ് എപ്പോഴും വിൻ ചെയ്യുന്നവരാ. ആക്ഷൻ ടേക്കേഴ്സ് എന്ന് പറയുമ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല, അതിനു വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്നവരാ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്നവരാ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഒരു ഫ്രീ ആയിട്ട് ഒഴിഞ്ഞ് ചില ഏരിയകളിൽ പോയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് നിങ്ങളുടെ ഒരു പുതിയ ജേണി, 3D ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക. സത്യമായിട്ടും ഒരു തുടക്കമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് 3D മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഭൂമി എത്രത്തോളമാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഏകദേശം 11.7% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് 3D മേഖലയിൽ, 3D ആർട്ടിസ്റ്റുകളുടെ ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ്, യുബി സോഫ്റ്റ്, നാസ പോലെയുള്ള വലിയ വലിയ കമ്പനികൾ 3D ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നുണ്ട്, ബ്ലെൻഡർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ നെറ്റ്ഫ്ലിക്സിന്റെ കേസിലോട്ടൊന്ന് പോകുന്ന സമയത്ത്, നെറ്റ്ഫ്ലിക്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആണ്. നെറ്റ്ഫ്ലിക്സിലോട്ട് നമ്മളൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, നെറ്റ്ഫ്ലിക്സിൽ ധാരാളം ആനിമേഷൻ മൂവീസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. ബ്ലെൻഡർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി അവർ ധാരാളം ആനിമേഷൻ മൂവീസുകൾ, ആനിമേഷൻ സീരീസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറേ ലോഗോസ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ധാരാളം ലോഗോസ് കാണുന്നുണ്ട്. അഡോബ്, AMD, AWS, ബ്ലെൻഡർ കിറ്റ്, ബ്ലെൻഡർ മാർക്കറ്റ്, BMW, എപ്പിക്, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ധാരാളം ലോഗോസ് കാണുന്നുണ്ട്. ഇവിടെ ഒരു പാർട്ടിൽ നോക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് മെമ്പേഴ്സ്. എന്താണ് കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ബ്ലെൻഡർ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന കമ്പനികളാണ് ഇവിടെ ഈ കാണുന്ന കമ്പനീസ് എന്ന് പറയുന്നത്. അഥവാ ഇത്രയും വലിയ കമ്പനീസ് ബ്ലെൻഡർ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവർക്ക് കൊണ്ട് യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, അവർക്ക് ഇതിലൂടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബ്ലെൻഡർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്താണ്, ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എല്ലാ പരിപാടികളും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളെ നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഉബുണ്ടു ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ പല സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് കാണുന്നുണ്ടല്ലേ, ഒരു പൂച്ചയുടെ ഇമേജ്. ഈ പൂച്ച ഒരു ഓസ്കാർ കിട്ടിയ പൂച്ച. ഫ്ലോ എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മൂവിക്ക് ഓസ്കാർ ലഭിച്ചിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിയുടെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു പൂച്ച എന്ന് പറയുന്നത്. ഈ ഒരു ആനിമേഷൻ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തിലാണ്, ബ്ലെൻഡർ സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുന്ന പുതിയ വേർഷൻ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നിൽ കാണുന്ന ഒരു ഇമേജ് ആണ് ഈ ഒരു പൂച്ചയുടെ ഇമേജ്. അഥവാ ബ്ലെൻഡർ അവരുടെ ക്രിയേറ്റേഴ്സിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന അപ്ഡേഷൻസുകൾ അവരുടെ കൂടി ഒരു വിജയമായിട്ട് അവർ കണക്കാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അപ്രീസിയേഷൻ പലപ്പോഴും തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം.
ബ്ലെൻഡർ എൻ്റെ ഒരു ബ്ലെൻഡർ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് COVID-19 ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനു മുന്നേ ബ്ലെൻഡർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് അത് ഞാൻ അത്ര അപ്ഡേറ്റഡ് ഞാൻ ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെറുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ COVID-19 പാൻഡമിക് സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട് എനിക്ക് എന്തായി ഒഴിവ് സമയം കൂടുതലായിട്ട് കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സമയത്ത് ചില വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റി. പല രൂപത്തില് എൻ്റെതായിട്ട് ഈ ഒരു 3D സോഫ്റ്റ്വെയറിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്കിന്റെ പേരിൽ പ്രൗഡായി നിൽക്കുന്ന ഒരു മൊമെന്റിലാണ് ഇപ്പോ നിലവിൽ ഞാനുള്ളത് എന്ന് ഒന്ന് പറയാം. ആരാണ് ഞാൻ? ഹൂ ആം ഐ? എൻ്റെ പേര് ബാസിൽ അമീൻ എന്നുള്ളതാണ്. 7 years ആയിട്ട് ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ, 3D, ബ്രാൻഡിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു സമയത്തിനിടയിൽ തന്നെയാണ് ഞാൻ മെയിൻലി വർക്ക് ചെയ്യുന്ന ബ്രാൻഡിങ് മേഖലയിലായിരുന്നു. അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള മോക്കപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള 3D മോഡൽസുകളെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാനും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ആഡുകൾ ഡിസൈൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒക്കെ ഈ 3D സോഫ്റ്റ്വെയറുകൾ എന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആർട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടറാണ്. ആർട്ടിസ്റ്റ എന്ന് പറയുന്നത് ആർട്ട് വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന, ആർട്ടിസ്റ്റുകൾക്ക് ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫൗണ്ടറാണ് ഞാൻ. അതിൽ AI സാധ്യതകളെ എങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ആർട്ടിസ്റ്റുമായി ബന്ധം അവരുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അവരെ കൃത്യമായിട്ട് ഇറക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് ഞാൻ. പിന്നെ ബ്രാൻഡോറി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ കൂടെ ഫൗണ്ടറാണ്. ബ്രാൻഡോറി എന്ന് പറയുന്നത് ബ്രാൻഡിങ് മേഖലയിൽ, ഞാൻ ബ്രാൻഡിങ് മേഖലയിലാണ് മെയിൻലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്രാൻഡിങ് കമ്പനിയാണ് ബ്രാൻഡോറി എന്ന് പറയുന്നത്. ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് അങ്ങനെ തുടങ്ങിയുള്ള കുറച്ചുകൂടി പ്രീമിയം ലെവലിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ബ്രാൻഡോറി എന്ന് പറയുന്നത്. അതിൽ ധാരാളം ലോഗോസ്, ഇപ്പോൾ ഏകദേശം 70+ ലോഗോസുകൾ, ബ്രാൻഡിങ്ങുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിലവിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ ദ ആർട്ട് ഓഫ് AI 7 തിങ് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഓഥർ കൂടിയാണ് ഞാൻ. ഏകദേശം ഒരു 3 മാസം 4 മാസത്തിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. AI ആ ഒരു ജേർണി അല്ലെങ്കിൽ AI കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന തലത്തില് അല്ലെങ്കിൽ AI ഒരു ആർട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പുസ്തകമായിട്ടാണ് ഈ ഒരു പുസ്തകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആമസോൺ കിൻഡലും ഒക്കെ ആയിട്ട് ഇത് നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 തവണ ഓൾ കേരള കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓൾ കേരള മംഗലാപുരം ടു കന്യാകുമാരി ഓൾ കേരള കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ കൂടെ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേരും കൂടിയിട്ടാണ് രണ്ടാമത്തെ ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ 2 സ്കൂളിലായിട്ട് ഇപ്പൊ നിലവിൽ 2 സ്കൂളിലായിട്ട് AI പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് AI എങ്ങനെ അവരുടെ ലൈഫിൽ യൂസ് ചെയ്യാം, എങ്ങനെ കുറച്ചുകൂടി അവർ അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ അവർക്ക് കുറച്ചുകൂടി AI പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് 2 സ്കൂളിൽ ഇപ്പോൾ AI പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെന്റർ കൂടിയാണ് ഞാൻ. ഈ AI പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ നേരെ ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് AI ടൂളുകളുടെ സാധ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി അതിൽ വളരുന്ന ഒരു ഘട്ടമായിരുന്നു അത്. എനിക്ക് AI ടൂളുകൾ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും. അവരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പഠിക്കും. അങ്ങനെ പഠിച്ച് AI സാധ്യതകളെ കുറെയൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടും അതിൽ അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് ഈ ഒരു സാധ്യത എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബ്ലെൻഡർ സോഫ്റ്റ്വെയറിലോട്ട് തന്നെ തിരിച്ചു വരാം. ബ്ലെൻഡർ സോഫ്റ്റ്വെയർ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് 3D പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഞാൻ ഇതിനിടയിൽ ചെയ്തിട്ടുള്ള ചില ചെറിയ വർക്കുകളാണ്. ബോട്ടിൽ ഡിസൈനിങ്, പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈനിങ്, ഈ ഒരു കാലണ്ടർ, പിന്നെ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ചില സംഗതികളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത് എന്ന് പറയുന്നത്.
പിന്നെ ആനിമേഷൻസ്, നമുക്ക് CGI എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. നമുക്ക് എന്താണ് പിന്നെ ഡൈനാമിക് ആയിട്ട് വരുന്ന ചില ആനിമേഷൻസ്, കീ ഫ്രെയിം വെച്ചുകൊണ്ട് വരുന്ന ആനിമേഷൻസ്, അങ്ങനെ തുടങ്ങിയുള്ള പിന്നെ സിമുലേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ CGI എന്ന് പറയുന്ന മറ്റൊരു ഏരിയ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു മേഖലയാണ് CGI എന്ന് പറയുന്ന മേഖല. അഥവാ റിയൽ ഫൂട്ടേജിലോട്ട് റിയൽ ഫൂട്ടേജിലോട്ട് അവരെന്ത് ചെയ്യാണ്, 3D എലമെന്റ്സുകളെ കൊണ്ടുവന്ന് ആനിമേറ്റ് ചെയ്യാണ്. അത് ഏകദേശം ഒരു VFX പാർട്ടി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പാർട്ടി എന്നുള്ള രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇത് എന്ന് പറയുന്നത്, CGI എന്ന് പറയുന്നത്. CGIനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വീഡിയോസ് കിട്ടും. അപ്പൊ തന്നെ മനസ്സിലാവും എന്താണ് CGI എന്നുള്ളത്. എവരി മാസ്റ്റർ വാസ് വൺസ് എ ബിഗിനർ. എല്ലാ അധ്യാപകന്മാരും, എല്ലാ മാസ്റ്റേഴ്സും, എല്ലാ മെന്റേഴ്സും ഒക്കെ ഒരു തവണ ബിഗിനർ ആയിരുന്നു, അല്ലെങ്കിൽ തുടക്കന്മാരുടേത് ബിഗിനിങ്ങിലായിരുന്നു, അവർ തുടക്കക്കാരായിരുന്നു. എവരി ജേണി സ്റ്റാർട്ട് മെസ്സി. എല്ലാ ജേണിയും പെശകുകളിൽ നിന്നാണ് തുടങ്ങുന്നത്, തെറ്റുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അഥവാ തെറ്റിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വൈ ബ്ലെൻഡർ 3D ഹൈ ഡിമാൻഡ് അക്രോസ് ഇൻഡസ്ട്രീസ്. അഥവാ എന്തുകൊണ്ടാണ് ബ്ലെൻഡർ 3D ഇൻഡസ്ട്രിയിൽ ഇത്ര ഡിമാൻഡ് വെക്കുന്നത്, എന്താണ് അതിനുള്ള കാരണം? അത് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും തൊട്ട് മുന്നിലാണ്. നിങ്ങളെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ആവും. ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും, ആക്ഷൻ ടേക്കേഴ്സ് എപ്പോഴും ഡിസിഷൻ മേക്കർ ആയിരിക്കും. ഡിസിഷൻ മേക്കർ അവരുടെ ഫ്യൂച്ചറിനെ കാണുന്ന ആളുകളായിരിക്കും. നമുക്ക് നേരത്തെ ടോപ്പിക്കിലോട്ട് തന്നെ വരാം. എന്താണ് ഇത്ര ഡിമാൻഡ് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ആണ്? ഫിലിം ആനിമേഷൻ സ്റ്റുഡിയോസ് മേഖലയിൽ ധാരാളം യൂസ് ഇതിന് വരുന്നുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയറിന് വരുന്നുണ്ട്. മോഡലിങ്, റിഗ്ഗിങ്, ആനിമേഷൻ, VFX, റെൻഡറിങ് തുടങ്ങിയുള്ള പല പാർട്ടിലും ഇത് അത്രത്തോളം യൂസിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. യൂബിസോഫ്റ്റ്, ബാൺസ്റ്റോം തുടങ്ങിയുള്ള പല VFX കമ്പനികളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലെൻഡർ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് അഡ്വർടൈസിങ്. പ്രൊഡക്റ്റ് ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിലൂടെ ആയിരുന്നു. ആ പ്രൊഡക്റ്റ് ഡിസൈനിങ് എന്താണ്? പ്രൊഡക്റ്റ് ഡിസൈനിങ് ഇതിന്റെ വലിയൊരു പാർട്ടാണ്. പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക. നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ്, ഇപ്പൊ ഈ ഒരു മൈക്കാണ് എൻ്റെ മനസ്സിൽ, എനിക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് നമ്മുടെ സമയത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ട്. നമുക്ക് ധാരാളം ടൈം, ഇത് എവിടെ നിന്നാണ് മെറ്റീരിയൽ കിട്ടുക, എവിടെ നിന്നാണ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക, എത്രത്തോളമാണ് ഇതിന് എക്സ്പെൻസ് വരിക, എത്രയാണ് ഇതിന്റെ മെറ്റീരിയൽ വരിക എന്നൊന്നും നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് കുറെ അന്വേഷിക്കാനുള്ള സമയം ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ടൈം കളയും. എന്നിട്ട് അത് ഫെയിലായി കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ടൈം നമുക്ക് നഷ്ടമാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എവിടെയാണ്? നമുക്ക് ഇപ്പോ ഈ ഒരു മൈക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ ആദ്യം ഇതിനെ 3D ഡെവലപ്പ് ചെയ്ത് നോക്കി. 3D ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഓരോ എഡ്ജും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആവും എന്നുള്ളതിനെ ഫുള്ള് ചെക്ക് ചെയ്ത് പിന്നീടാണ് ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ഐറ്റം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു 3D പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗം കാണുന്നതെങ്കിൽ എന്താണ് അതിന് അത്രയും നമ്മൾ ടൈം സേവ് ചെയ്യപ്പെടുകയാണ്. അത്രയും നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് കാര്യങ്ങളെ ഡീല് ചെയ്യാനായിട്ട് പറ്റിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ആർക്കിടെക്ചർ ആൻഡ് റിയൽ എസ്റ്റേറ്റ്, ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അഥവാ നമുക്ക് നമ്മുടെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ധാരാളം എമൗണ്ടും സമയവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഫെയിലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് അതിന്റെ ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണ്.
അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിയൽ വർക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് റിയൽ ലൈഫ് കാണുന്ന പോലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അഥവാ ഇവിടെ നമ്മൾ എത്രയോ എമൗണ്ട് ലാഭമാണ്, എത്രയോ സമയം ലാഭമാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റുകളും ഇത്തരം സോഫ്റ്റ്വെയറുകൾ അവരുടെ 3D വിഷ്വലൈസേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇന്റീരിയർ വർക്കുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർക്കിടെക്ട് മേഖലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡർ BIM എന്ന് പറയുന്ന പ്ലഗിന് പോലും അവർ ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡർ BIM എന്ന് പറയുമ്പോൾ ആർക്കിടെക്ടേഴ്സിന് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ ആർക്കിടെക്ട് വർക്കുകളെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില പ്ലഗിനുകളാണ്, ആഡ് ഓൺസുകളാണ്. ഓക്കെ, ഗെയിം ഡെവലപ്മെന്റ് അടുത്തൊരു മെയിൻ ഇൻഡസ്ട്രിയാണ് ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് 3D അസറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെയിം ഡെവലപ്മെന്റ് സാധ്യമാണ്. ഗെയിം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ബ്ലെൻഡർ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബ്ലെൻഡർ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കിപ്പോ യൂണിറ്റി അല്ലെങ്കിൽ അൺറിയൽ എഞ്ചിൻ പോലെയുള്ള പല എഞ്ചിൻസ്, യൂണിറ്റി ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം ഗെയിമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ സോഫ്റ്റ്വെയറുകളെ അതിലേക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും, ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയുള്ള മോഡലുകളെ ഈ ബ്ലെൻഡർ സോഫ്റ്റ്വെയറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ബിഗ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എയറോസ്പേസ് ആൻഡ് എഞ്ചിനീയറിംഗ്. എയറോസ്പേസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നാസ പോലെയുള്ള സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്ന പല കമ്പനികളും അവരുടെ മോഡലിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ പ്രൊജക്റ്റുകളുടെ മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3D സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ബ്ലെൻഡർ സോഫ്റ്റ്വെയർ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സിമുലേഷൻസ് എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഏരിയയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഫിസിക്സ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഫിസിക്സിന്റെ ഏരിയാസ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഒരു വെള്ളത്തുള്ളി താഴോട്ട് വീഴുമ്പോൾ അതിൽ വരുന്ന എഫക്റ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്തിലൂടെ ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ബ്ലെൻഡർ സോഫ്റ്റ്വെയറിലൂടെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വാല്യൂസ് കൊടുത്തുകൊണ്ട്, ഇപ്പോ ഞാൻ ഭൂമിയിലാണ് നിൽക്കുക, എർത്തിന്റെ ഗ്രാവിറ്റി നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ചന്ദ്രനിലാണുള്ളത്, ചന്ദ്രന്റെ ഗ്രാവിറ്റി നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രാവിറ്റി ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വിൻഡിന്റെ ശക്തി ബേസ് ചെയ്തുകൊണ്ട്, അങ്ങനെ പല അർത്ഥത്തില് നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് മോഡലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് AI. എഡ്യൂക്കേഷൻ ആൻഡ് AI എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയാതെ തന്നെ അറിയുന്ന ഏരിയയാണ്. കാരണം AI മേഖല അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്, എഡ്യൂക്കേഷൻ മേഖലയിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം 3D വർക്കുകൾ, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈജൂസ് ആപ്പ് പോലെയുള്ള ആപ്പുകളൊക്കെ അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് കുട്ടികൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റിയത് അതിൽ 3D എലമെന്റ്സുകളെ കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കും എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഇമാജിനേഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം 3D സോഫ്റ്റ്വെയറുകളെ യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് എന്താണ് ബ്ലെൻഡറിന്റെ കീ ബെനിഫിറ്റ്സ് എന്നുള്ളത് നോക്കാം. ഇൻഡസ്ട്രിയിൽ എന്താണ് ബ്ലെൻഡറിന്റെ കീ ബെനിഫിറ്റ്സ്? നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. ബ്ലെൻഡർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ലൈസൻസിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം, നമുക്ക് വിൻഡോസ് ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, മറ്റ് പല സോഫ്റ്റ്വെയറുകളായിക്കോട്ടെ, അതിലേക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു സോഫ്റ്റ്വെയറിനെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയുള്ള സംഗതികളൊക്കെ അവർ ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹൈലി കസ്റ്റമൈസബിൾ, അഥവാ ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടിയുള്ള വർക്ക് സ്പേസുകളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതിലുപരി നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റിംഗ് സപ്പോർട്ട് കൂടി എന്തിൽ കിട്ടുന്നുണ്ട്? ബ്ലെൻഡർ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സ്ട്രോങ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. എന്താണ് ഇവിടെ കമ്മ്യൂണിറ്റി സപ്പോർട്ടിന് ഇത്ര പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ഇത് ജസ്റ്റ് ഒരു നമ്മുടെ ബെക്സോ പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ കമ്മ്യൂണിറ്റിയാണ്. ആഡ് ഓൺസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റികൾ, പ്ലഗിൻസുകൾ ക്രിയേറ്റ് ചെയ്തു തരുന്ന കമ്മ്യൂണിറ്റികൾ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കമ്മ്യൂണിറ്റികൾ, ഇതിനെക്കുറിച്ച് പറയുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന ഫോറംസ്,
ഇങ്ങനെ പല സംഗതികൾ എന്തിൽ വരുന്നുണ്ട്, ഈ കമ്മ്യൂണിറ്റി ബേസിൽ വരുന്നുണ്ട്. നമ്മളത് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. പക്ഷെ നമ്മളും ഇതിന്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. വൈ ബ്ലെൻഡർ ഈസ് ബെറ്റർ ദാൻ മായ ആൻഡ് 3ds Max? നമ്മൾ 3D സോഫ്റ്റ്വെയർ പലതും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ മറ്റുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് മാറി നിൽക്കുന്നത്? നമ്മൾ ഇൻഡസ്ട്രിയിൽ മെയിൻലി നിൽക്കുന്ന 2 സോഫ്റ്റ്വെയറുകളാണ് മായയും 3ds Maxും. അതുപോലെ തന്നെ നിൽക്കുന്നതാണ് ബ്ലെൻഡർ. ഓക്കെ, എന്താണ് ഇവ തമ്മിലുള്ള മാറ്റം എന്നുള്ളത് നോക്കാം. ബ്ലെൻഡർ ഈസ് ബെറ്റർ ദാൻ മായ ഏത് ഏരിയയില്? കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഏരിയയിൽ ബ്ലെൻഡർ വളരെ അധികം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന്, ബ്ലെൻഡർ എന്ന് പറയുന്നത് 0 കോസ്റ്റ് ആണ്. അഥവാ 0 ആണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ചില MB കൊടുത്താൽ മതി. അതും ജസ്റ്റ് 300 അല്ലെങ്കിൽ 400 MBയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. മായ അല്ലെങ്കിൽ 3ds Max ഒക്കെ നോക്കുന്ന സമയത്ത് 1.8 lakh പെർ ഇയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം, മിനിമം പെർ ഇയർ 1.8 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ഇതിന്റെ സൈറ്റുകളിൽ പോയി നോക്കിയാൽ മതി, ഈ ഒരു എമൗണ്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കാരണം അത്രയും വില അതിനവര് അവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. ഓൾ ഇൻ വൺ പ്രൊഡക്ഷൻ സ്യൂട്ട്. നമുക്ക് ബ്ലെൻഡറിന് മറ്റ് പല ഏരിയകളിലും ഇതിനെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാം. മോഡലിംഗ് ഒരു 3D സോഫ്റ്റ്വെയറിന്റെ ബേസിക് കൾച്ചറാണ്. അത് 2 സോഫ്റ്റ്വെയറിലും അല്ലെങ്കിൽ ഈ 3 സോഫ്റ്റ്വെയറിലും അക്സെപ്റ്റ് ആണ്. റിഗ്ഗിങ് ആൻഡ് ആനിമേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് മായ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. അല്ലാതെ 3ds Maxൽ റിഗ്ഗിങ് ആനിമേഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ മെയിൻലി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ബ്ലെൻഡർ മാത്രമാണ്. ബാക്കിയുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളിൽ ഞാൻ ചെറുതായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഞാൻ മെയിൻലി ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ റിസർച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റകളാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇവിടെ ബിൽഡിൻ ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിഗ്ഗിങ് ആൻഡ് ആനിമേഷൻ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ആ ഒരു ഏരിയ നമുക്ക് വർക്കൗട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. VFX ആൻഡ് സിമുലേഷൻ. ഞാൻ സിമുലേഷൻസിന്റെ കേസ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് നമുക്ക് മായയിലും 3ds Maxലും ലിമിറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ബ്ലെൻഡറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ലോത്ത്, ഫയർ, സ്മോക്ക് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രൂപത്തിൽ, എല്ലാ എലമെന്റ്സുകളെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്, ഫിസിക്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇവിടെ നമുക്ക് ഈ സോഫ്റ്റ്വെയറുകളെ യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മായയിലും 3ds Maxലും നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് പോലെയുള്ള അതർ സോഫ്റ്റ്വെയറുകളുടെ ആവശ്യം ഇവിടെ യൂസ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ബ്ലെൻഡറിൽ അത് ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് മായയും 3ds Maxും തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ബ്ലെൻഡർ സോഫ്റ്റ്വെയറിൽ ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ മണ്ണിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് മണ്ണിൽ എൻ്റെ ഫേസ് ഞാൻ മണ്ണുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ക്ലേ യൂസ് ചെയ്തിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിലെ കണ്ണിനെ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് അവിടെ ഒരു കുഴിയാവുന്നു. എന്നിട്ട് അതിനെ പിന്നെ ഞാനിങ്ങനെ തടവി അതിനെ കുറച്ചുകൂടി നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് ഡെവലപ്പ് ചെയ്ത്, പിന്നെ മൂക്കിന് ഞാൻ ഇങ്ങനെ ഷേപ്പ് ചെയ്ത്, അങ്ങനെ ഓരോ പാർട്ടും ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ മണ്ണിൽ ആ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ മൗസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് 3ds Maxലും മായയിലോട്ടും വരുന്ന സമയത്ത് അവിടെ ആഡ് ഓൺസുകൾ ആവശ്യമാണ്. നല്ല ബ്ലെൻഡറിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്ലെൻഡർ ഗിവ്സ് യു എവറിത്തിങ് ഇൻ വൺ പാക്കേജ്. ബ്ലെൻഡർ ഒരു പാക്കേജിൽ എല്ലാം നൽകുന്നുണ്ട്. നോ നീഡ് ടു സ്വിച്ച് സോഫ്റ്റ്വെയറുകൾ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ബ്ലെൻഡർ എന്തുകൊണ്ടാണ് മറ്റുള്ള സോഫ്റ്റ്വെയർ സമയത്തോളം വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി പറയുന്ന ഒരു ഏരിയയാണ് ഡെവലപ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ബ്ലെൻഡർ സോഫ്റ്റ്വെയർ 3 months അല്ലെങ്കിൽ 4 months കൂടുന്നതിനനുസരിച്ച് അവരവിടെ എന്ത് മാറ്റുന്നുണ്ട്? അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട്.
അവര് അതിൽ മാസീവായിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കൊറോണ ടൈമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. അതിലാണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആ ഒരു സമയത്ത് 2.82 എന്ന് പറയുന്ന വേർഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നോക്കുന്ന സമയത്ത് 4.4 എന്ന് പറയുന്ന വേർഷനിലാണ് ഇപ്പൊ നിലവിലെ ബ്ലെൻഡർ സോഫ്റ്റ്വെയർ എത്തി നിൽക്കുന്നത്. ഈ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത്രയും അപ്ഡേഷൻസ് ഓൾറെഡി അവർ കൊണ്ടുവന്നു കഴിഞ്ഞു. അഥവാ അത്രയും ഈ വെർഷൻസുകളൊക്കെ നമുക്ക് എന്തിൽ കാണാൻ പറ്റും? അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര അപ്ഡേഷൻസ് അതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. കൃത്യമായിട്ട് നമുക്ക് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നാൽ മായയിലും 3ds Maxലും ഒക്കെ വളരെ കുറവാണ് എന്ത് അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ വരുന്നത് ബ്ലെൻഡർ ബെറ്റർ ദാൻ മായ ആൻഡ് 3ds Max ഏത് മേഖലയില്? കമ്മ്യൂണിറ്റി ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന മേഖലയില്. ഓക്കെ, ഓപ്പൺ സോഴ്സ് ടൂൾസ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ടൂൾസുകൾ നമുക്ക് എന്തിൽ കിട്ടുന്നുണ്ട്? ബ്ലെൻഡർ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നുണ്ട്. മായയില് ജസ്റ്റ് കുറച്ച് ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടൂൾസുകൾ ഇപ്പോഴും അവൈലബിൾ ആയിട്ട് വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ധാരാളം കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്തിൽ കിട്ടുന്നുണ്ട്? നമുക്ക് ബ്ലെൻഡർ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നുണ്ട്. ട്യൂട്ടോറിയൽസ് മായയിലും 3ds Maxലും പ്ലഗിൻസുകൾ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലെൻഡറിന്റെ അത്ര അവൈലബിലിറ്റി വളരെയധികം കുറവാണ്. നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല സോഫ്റ്റ്വെയറുകളിൽ യൂട്യൂബ്, ഗിറ്റ് ഹബ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്ലാറ്റ്ഫോമിൽ ഇതിനെ പഠിപ്പിക്കാനായിട്ടുള്ള, ഇതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ട്യൂട്ടോറിയലുകൾ നമുക്ക് നിലവിൽ ലഭ്യമാണ്. ആഡ്-ഓൺസ്, ഫ്ലെക്സിബിലിറ്റി. ആഡ്-ഓൺസുകൾ നമുക്ക് ലിമിറ്റഡ് ആണ് മായയിലും 3ds Maxലും. എന്നാൽ ബ്ലെൻഡർ സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രീം കസ്റ്റമൈസബിലിറ്റി എന്ന് പറയുമ്പോൾ ധാരാളം ടൂൾസുകൾ, പ്ലഗിൻസുകൾ, ആഡ്-ഓൺസുകൾ നമുക്ക് ലഭ്യമാണ് ഈ സോഫ്റ്റ്വെയറിൽ എന്ന് പറയുമ്പോൾ. സപ്പോർട്ട് കിട്ടുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കാണ് മെയിൻലി മായയിലും 3ds Maxലും സപ്പോർട്ട് കിട്ടുന്നതെങ്കിൽ നമുക്കിവിടെ ഗ്ലോബൽ ഫോറം എന്ന് പറയുന്ന ഫ്രീ സപ്പോർട്ട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ചോദ്യങ്ങളെ ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ഗ്ലോബൽ ഫോറംസ് ബ്ലെൻഡറിന് അവൈലബിൾ ആണ്. ബ്ലെൻഡർ കമ്മ്യൂണിറ്റി ഈസ് ലൈക്ക് എ ഗ്ലോബൽ ക്ലാസ് റൂം. ബ്ലെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ക്ലാസ് റൂം ആണ്. മായ 3ds Max were made കമ്പനീസ്. മായയും 3ds Max ഒക്കെ കമ്പനീസുകൾക്ക് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബ്ലെൻഡർ വാസ് മെയ്ഡ് ഫോർ ക്രിയേറ്റേഴ്സ്. ബ്ലെൻഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് നൗ ദ വേൾഡ് ഈസ് കാച്ചിങ് അപ്പ്. നമുക്ക് വേൾഡിനെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്താണ് നമ്മുടെ കോഴ്സിൽ വരുന്നത്? എന്താണ് ബെക്സോ ബ്ലെൻഡർ ലോഞ്ച് പാഡിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ഏകദേശം 60ഓളം ക്ലാസ്സുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ലൈഫ് ടൈം ആക്സസ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് ലൈഫ് ടൈം കമ്മ്യൂണിറ്റി എന്ന പോലെ തന്നെ ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഈ 2ാമത്തെ വേർഷനായിട്ട് ആണ് നമ്മുടെ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 2ാമത്തെ ലെവൽ വരുന്ന സമയത്ത്, അഥവാ ആദ്യം ഉണ്ടായിരുന്ന ലെവലിന് കൃത്യമായിട്ട് മനസ്സിലാക്കി, അതിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കി പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സും നിങ്ങൾക്ക് കിട്ടും. ഇനി പുതിയതായിട്ട് വരുന്ന സംഗതികളെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവും. വീക്ക്ലി മീറ്റിംഗ്സ്, എല്ലാ വീക്കിലും മീറ്റിംഗ്സുകൾ ഉണ്ടാവും. സാധാരണ ചൊവ്വാഴ്ചയാണ് വീക്ക്ലി മീറ്റിംഗ്സ് നടക്കാറുള്ളത്. ഈ ആഴ്ച നാളെ ആയിരിക്കും വീക്ക്ലി മീറ്റിംഗ് നടക്കുന്നുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഡൗട്ടുകളെയും നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അതിൽ വരുന്ന എല്ലാ ഡൗട്ടുകളെയും നമ്മൾ എവിടെ ക്ലിയർ ചെയ്യും? നമ്മുടെ കോഴ്സിൽ വരുന്ന എല്ലാ ഡൗട്ടുകളെയും വീക്ക്ലി മീറ്റിംഗുകൾ ക്ലിയർ ചെയ്യും. അല്ലാത്ത പക്ഷം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ ഉണ്ടാവും. ചില ചെറിയ ഇഷ്യൂസ്, ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ചില ഇഷ്യൂസുകൾ, അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടും ഡീൽ ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ഓപ്പൺ ഗ്രൂപ്പ്. ഒരു ടെലഗ്രാം ഓപ്പൺ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. എന്തിനാണെന്ന് വെച്ചാൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പരസ്പരം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, നമുക്ക് പരസ്പരം ഒന്ന് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അപ്ഡേഷൻസുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. പിന്നെ ഓപ്പൺ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസുകൾ നമ്മൾ അതിൽ തരുന്നുണ്ടാവും. പോർട്ട്ഫോളിയോ പ്രൊജക്ട്സ് അഥവാ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രൊജക്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് റൺ ആവുന്നത്. ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആളുകളെ കാണിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. കൃത്യമായിട്ട് ഇതിന്റെ ഭാഗമായിരുന്നു നമ്മൾ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പ്രൗഡ് മൊമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എലമെന്റ്സുകൾ നിങ്ങൾക്ക് കോഴ്സിൽ കാണാനായിട്ട് പറ്റും. 2 പ്രൊജക്റ്റുകളാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ഉണ്ടാവാം. 2 പ്രൊജക്റ്റുകളാണ് ഉണ്ടാവാം. ആ 2 പ്രൊജക്റ്റുകളെ കുറിച്ച് വിശദമായിട്ട് അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. അപ്ഡേഷൻസ് ആൻഡ് ഇന്ററാക്ഷൻസ്. അപ്ഡേഷൻസും ഇന്ററാക്ഷൻസും നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ഏരിയാസുകൾ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പ്രൊജക്ട് 1 2 പ്രൊജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. പ്രൊജക്ട് 1 ഡു വിത്ത് മീ, എന്നോടൊപ്പം വർക്ക് ചെയ്യാം. എന്താണ് എന്നോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ച് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് പ്രീ റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെഷൻസും ഉണ്ടാവും. പ്രീ റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന വർക്കിനെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനെ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട് വരിക. അത് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കൃത്യമായിട്ട് അതിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനെ ആ ഒരു പ്രൊജക്റ്റ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ എത്രത്തോളം ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെ നമ്മൾ കൃത്യമായിട്ട് വാല്യുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടായിരിക്കും ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഇത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ച് ചെയ്തു പോകുന്ന ഒരു മെത്തേഡാണ് ഇവിടെ വരുന്നത്. ഇതിന് 3 സെഗ്മെന്റ് ആയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ 20 ക്ലാസ് 60 ക്ലാസ്സുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 20 ക്ലാസ് മോഡലിംഗ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സെഗ്മെന്റ്. മോഡലിംഗിന്റെ പല വേർഷൻസ്, ഗെയിമിന് വേണ്ടിയിട്ട് എങ്ങനെ മോഡൽ ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ മറ്റ് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് ആനിമൽസിനെ ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ മറ്റ് പലതരത്തിൽ ഇതിനെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മോഡിഫയേഴ്സുകൾ അപ്ലൈ ചെയ്യുക, അങ്ങനെ തുടങ്ങിയുള്ള പല സംഗതികൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ എല്ലാ പാർട്ടുകളും കവർ ചെയ്തുകൊണ്ട് 20 ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മോഡലിംഗിന്റെ പാർട്ട് കംപ്ലീറ്റ് ആക്കും. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ആനിമേഷൻ ആണ്. ആനിമേഷൻ എന്ന് പറയുമ്പോൾ കീ ഫ്രെയിം യൂസ് ചെയ്ത് ചെയ്യുന്ന ആനിമേഷൻ ഉണ്ട്, കീ ഫ്രെയിം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആനിമേഷൻ ഉണ്ട്. പിന്നെ റിഗ്ഗിങ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആനിമേഷൻസ് ഉണ്ട്. പിന്നെ സിമുലേഷൻസ് യൂസ് ചെയ്തിട്ട് വരുന്ന ആനിമേഷൻ ഉണ്ട്. ഫിസിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആനിമേഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആനിമേഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആ ആനിമേഷൻസിനെ നമ്മൾ കൃത്യമായിട്ട് ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ടാവും. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ആനിമേഷൻ പാർട്ട് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഈ ആനിമേഷൻ പാർട്ട് കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെക്സ്ചറിങ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ നോഡ് ബേസ് ടെക്സ്ചറിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് കളർ ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കളർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ടെക്സ്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രൊഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് എന്താണ് ടെക്സ്ചറുകളെ എഡിറ്റ് ചെയ്യാൻ, അവിടെ നമുക്ക് മെറ്റീരിയൽസുകളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിൽ കളറുകളെ ചേഞ്ച് ചെയ്യാൻ, നോഡ് ബേസ് ചെയ്തുകൊണ്ട് ഇമേജുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നോഡ് ബേസ് ചെയ്തുകൊണ്ട് ആനിമേഷൻസുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോഡ് ബേസ് ചെയ്തുകൊണ്ട് മറ്റു പല വർക്കുകൾ ചെയ്യുന്ന ഏരിയാസ്, റെൻഡറിങ് എൻജിൻസുകളെ പരിചയപ്പെടുന്ന എല്ലാ പാർട്ടുകളും കവർ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 പാർട്ടുകൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോളിഷ്ഡ് ആയിട്ടുള്ള, നമുക്ക് ഗൈഡൻസോട് കൂടിയിട്ട് ഒരു 3D ആർട്ട് വർക്ക് അല്ലെങ്കിൽ 3D വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 3D വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടിയിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗോളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെഷ്യൽ പ്രൊജക്റ്റാണ്. ഡു ഇറ്റ് യുവർ സെൽഫ്.
ഇത് നിങ്ങൾ ചെയ്യേണ്ട പ്രൊജക്റ്റാണ്, പക്ഷെ നിങ്ങൾ ഒറ്റക്കല്ല ചെയ്യുന്നത്. നമ്മോടൊപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ചില എലമെന്റ്സുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തു തരാണ്. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അതിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ചുകൂടി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അതിൽ വരുന്നത്. ഈ ഒരു പ്രൊജക്റ്റില് നമുക്ക് എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള എല്ലാ സംഗതികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഈ പ്രൊജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എവിടെയും പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ബെക്സോവ ബ്ലെൻഡർ ലോഞ്ച് പാഡിന്റെ പ്രൊജക്ട് 2ന്റെ സർട്ടിഫിക്കറ്റ്. ഈ പ്രൊജക്ട് 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആയിരിക്കും. ഞാനും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ബെക്സോ ലോഞ്ച് പാഡിന്റെ ബ്ലെൻഡർ ലോഞ്ച് പാഡിന്റെ ഈ പ്രൊജക്ട് 2 വരുന്നത്. ഇതൊരു സർപ്രൈസ് ആണ്. സർപ്രൈസ് മീൻസ് ഇത് ഒരു വൻ പ്രൊജക്റ്റ് ആണ്. ആ വൻ പ്രൊജക്റ്റിന്റെ പാർട്ട് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബെക്സോ ബ്ലെൻഡർ ലോഞ്ച് പാഡിന്റെ പ്രൊജക്ട് 2 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിക്കൊണ്ട്, ഈ ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ബെക്സോ ലോഞ്ച് പാഡിന്റെ പ്രൊജക്ട് 2നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അത് കുറച്ചുകൂടി സ്പെഷ്യൽ ഏരിയ ആണ് അതിൽ വരുന്നത്. യു വിൽ വർക്ക് ഓൺ സംതിങ് റിയൽ. നിങ്ങളൊരു റിയൽ വർക്കിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ വർക്കിലായിരിക്കും ഉണ്ടാവുക. അത് സംതിങ് എക്സൈറ്റിങ്, അത് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രാക്ടീസ്. ഇത് ജസ്റ്റ് പ്രാക്ടീസ് മാത്രമാവില്ല, ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ. ഇതൊരു പ്രൊഡക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ. നമുക്ക് ബ്ലെൻഡർ ലോഞ്ച് പാഡിന്റെ ഈ ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അഥവാ എത്രത്തോളം വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ബ്ലെൻഡർ ഫൗണ്ടേഷന് ഏകദേശം നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഏകദേശം 9,999 രൂപയാണ്. അതിനപ്പുറം വാല്യൂ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. പ്രീ റെക്കോർഡ് ക്ലാസ് റൂം ലൈഫ് ടൈം ആക്സസും നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഏകദേശം 3,999 ആണ് നമ്മളിവിടെ പറയുന്നത്. ഏകദേശം അതിൽ ഇതിന്റെ ടോട്ടൽ വാല്യുവേഷൻ നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ലൈവ് സെഷൻസും മെന്റർ സപ്പോർട്ടും 4,999 രൂപ നമുക്ക് എന്താണ് ആ ഒരു പ്രൊജക്റ്റിനായിട്ട് നമ്മൾ വാല്യൂ കണക്കാക്കുന്നുണ്ട്. പ്രൊജക്ട് 1ന് നമ്മൾ ഏകദേശം 2,499 രൂപയോളം അതിനൊരു വാല്യൂ നമ്മൾ കണക്കാക്കും. കാരണം നമ്മൾ അത്രയും ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡു ഇറ്റ് യുവർ സെൽഫ് നമ്മുടെ പ്രൊജക്ട് 2 അതിന് നമ്മൾ ഏകദേശം 3,999 രൂപ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റെഡി ടു യൂസ് 3D ക്യാരക്ടേഴ്സിനും ഫയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അതിന് ഏകദേശം നമ്മൾ 1,500 രൂപ 1,499 രൂപയോളം ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോർട്ട്ഫോളിയോ മെന്റർഷിപ്പ് സെഷൻസ് ഇതിൽ വരുന്നുണ്ട്. ലൈവായിട്ടുള്ള പോർട്ട്ഫോളിയോ ഡെവലപ്മെന്റ് സെഷൻസ് ഇതിൽ വരുന്നുണ്ടാവും. അതിൽ നമ്മൾ ഏകദേശം 2,500 രൂപയോളം അതിന് ഏകദേശം വാല്യൂ വരുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കേഷൻ, കരിയർ റോഡ് മാപ്പ്, പിന്നെ ആക്സസ് ടു ക്രിയേറ്റ് കമ്മ്യൂണിറ്റി, അഥവാ നമുക്കൊരു കമ്മ്യൂണിറ്റി ആക്സസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിന് ഏകദേശം നമ്മൾ ചാർജ് ചെയ്യുന്നത് 999 രൂപയാണ്. ടോട്ടൽ കോഴ്സ് വാല്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം 29,990 രൂപയോളം ഇതിന് ടോട്ടൽ കോഴ്സ് വാല്യൂ. അതിനപ്പുറമുണ്ട്. നമ്മൾ എന്താണ് ഇതിനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാല്യൂ മാത്രമാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വെബിനാറിന്റെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ പ്രൈസ് ആണ്. ഇതിന്റെ 10% മാത്രമാണ്, അല്ലെങ്കിൽ അത്രയും അതിലും കുറവായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിന്റെ ഭാഗമായിട്ട് ചാർജ് ചെയ്യുന്നത് ജസ്റ്റ് 2,699. ഇത് ഈ ഒരു വെബിനാർ എൻഡ് ചെയ്യുന്നത് വരെ മാത്രമാണ്, അല്ലെങ്കിൽ ഈ വെബിനാർ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ് 2,699 എന്ന് പറയുന്നത്. ഇത് ഈ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കിട്ടുക 2,999 2,999 രൂപക്കാണ് ഈ വെബിനാറിന്റെ എൻഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അത്രയും എന്താണ് പ്രിഷ്യസ് ആണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വെബിനാറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ സംഗതി പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഞാൻ എന്താണ് ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിട്ട് നമ്മൾ പറയുന്ന സംഗതിയാണ്. ഈ ഒരു എമൗണ്ടിൽ അടുത്ത മന്ത് മുതൽ ഏപ്രിലിന്റെ ലാസ്റ്റ് മെയ് 1 മുതൽ 4,999 പിന്നീട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക. അത് നമ്മൾ 25 സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം 30-35 സ്റ്റുഡൻസോളം ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സ്റ്റുഡൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക. യു ക്യാൻ ബുക്ക് യുവർ സീറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലിങ്ക് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മളെ ഈ ഒരു കോഴ്സിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പറഞ്ഞോളൂ. ഹലോ ഹലോ, പറയൂ. എനിക്ക് ഡൗട്ട് വെച്ചാല് എൻ്റെ അടുത്തുള്ളത് മാക്ബുക്ക് ആണ്. സോ ഞാൻ പലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 3Dക്ക് പറ്റിയ സിസ്റ്റം അല്ല മാക്ക്, അതിന് വിൻഡോസ് ആണ് ബെസ്റ്റ് എന്നാണ് കേട്ടത്. സോ എങ്ങനെയാണ് അത് ബ്ലെൻഡർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മാക്കിലും എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ ആണ്. മാക്കിൽ ഏതാണ് ഇത് വരുന്നത്, സ്പെക്ക് എങ്ങനെ വരുന്നത്? എൻ്റെ M1 ആണ്. അത് നമുക്ക് എന്താണ് ബേസിക് ഇപ്പൊ നമ്മള് ഇതിലേക്ക് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പൊ വിൻഡോസിൽ കേസിലാണെങ്കിൽ നമുക്ക് i5 മുതൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബ്ലെൻഡർ എന്ന് പറയുന്നത് സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ റെൻഡറിങ്ങിന്റെ ടൈമിലായിരിക്കും നമുക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് വരുന്നുണ്ടാവുക. റെൻഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞോളൂ. അല്ല, കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾ തന്നെയാണ്. ഞാൻ ഒരു മോഷൻ ഗ്രാഫിക് ഡിസൈനറാണ്, വർക്ക് ചെയ്യാനിപ്പോ. സോ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഈ ഫീൽഡിലുള്ളവരെല്ലാരും സത്യം പറഞ്ഞാല് 3Dയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വിൻഡോസിലേക്ക് മാറിക്കോ, അല്ലെങ്കിൽ കാരണം മാക്കിൽ അത്രയ്ക്ക് സപ്പോർട്ടബിൾ അല്ല എന്നാണ്. അത് നമ്മള് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ടോട്ടലി എന്തിലാണ്, വിൻഡോസിലാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പല സോഫ്റ്റ്വെയറുകളെയും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ക്രാക്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് പല അർത്ഥത്തിൽ ഇതിനെ യൂസ് ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ എന്താണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക, അല്ലാതെ ഓരോന്നിനും പേയ്മെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. മാക്കിന്റെ പ്രശ്നം മെയിൻലി അതാണ്. പക്ഷെ എന്താണ് നമുക്ക് ഇതിന് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വർക്കൗട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ മാക്ക് ആയി എന്നുള്ളത് പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വർക്ക് ഫ്ലോ സ്മൂത്ത് ആയിരിക്കും കമ്പയർ ടു വിൻഡോസ്. അതെ, വർക്ക് ഫ്ലോ സമയത്ത് വേറെ ഗ്ലിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ ഇതാണ് വിഷയം വരുന്നത്. അഥവാ നമുക്ക് അതിൽ എന്താണ്, നമുക്ക് പലപ്പോഴും ഇപ്പൊ ഡിസൈനിങ് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾ മോഷൻ ഗ്രാഫിക്സ് ആണ് ഏതാണ്, ആഫ്റ്റർ എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്? അതെ, നമ്മളിവിടെ ആഫ്റ്റർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ അതിലേക്ക് തന്നെ പല പ്ലഗിൻസുകളും നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ മാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താണ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കുറച്ചുകൂടി നമ്മൾക്ക് വർക്ക് ചെയ്തിട്ട് വേണം അതിനൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു വിഷയം മാത്രമാണ്. പക്ഷെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അതിൽ വർക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ മെച്ചമുണ്ട് മാക്കിന്. ഓക്കെ, ഇനി ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, നമസ്കാരം. ഹലോ, പറയൂ. ഹലോ, നമസ്കാരം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് എങ്ങനെയാണ്, എപ്പോഴാണ്, ടൈം എങ്ങനെയാണ്? നമ്മൾ പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ലൈവ് സെഷൻ എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 8 മണിക്കായിരിക്കും. ഈ ആഴ്ച മാത്രമാണ്, ഇനിയിപ്പോൾ നാളെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ടുകളെയും ക്ലിയർ ചെയ്യലും, നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ അപ്ഡേഷൻസുകൾ അറിയിക്കലും, പിന്നെ പരസ്പരം ചർച്ച ചെയ്യലും മറ്റു സംഗതികളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു സെഷൻ പോകുന്നുണ്ടാവുക. പിന്നെ കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യലും അതിലായിരിക്കും. ഇപ്പോൾ
ഈ ഒരു മീറ്റിംഗിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന സമയത്ത് പലപ്പോഴും പല ആളുകൾക്കും ആ ഒരു സെയിം ഡൗട്ട് ആയിരിക്കും ഉണ്ടാവുക, സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതിന് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളവരുടെ ഡൗട്ടുകളും അവിടെ ക്ലിയർ ആയി പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു എന്താണ് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. മറ്റേ അത് രാത്രി 8 മണിക്കായിരിക്കും. വെബ്സൈറ്റ് ത്രൂ ആണോ ഈ ഓൺലൈൻ ക്ലാസ്, യൂട്യൂബ് ആണോ, അങ്ങനെ ഓൺലൈൻ ക്ലാസ് നമ്മുടെ തന്നെ വെബ്സൈറ്റും ആപ്പും നിലവിലുണ്ട്. മൊബൈൽ ആപ്പ് ഇപ്പോൾ നിലവിലുള്ളത് ആൻഡ്രോയിഡിലാണ്. iOS-ലേക്കുള്ള ഏകദേശം ഈ ഒരു 2 മന്തിന്റെ ഉള്ളിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ഇങ്ങനെ അത് മൊബൈൽ ആപ്പിലും നിങ്ങൾക്ക് കിട്ടും, വെബ്സൈറ്റിലും കിട്ടും. നമ്മുടേതായിട്ടുള്ള വെബ്സൈറ്റും മൊബൈൽ ആപ്പും ഉണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ. ഹലോ, ഇനി ഹലോ പറയൂ. ഈ കോഴ്സ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതോ, നമുക്ക് ഒരു ടാസ്ക് എന്താണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെയാണോ ഈ കോഴ്സ്? ഇതില് ടാസ്കുകൾ നമുക്ക് മെയിൻലി വരുന്നുണ്ട്. പക്ഷെ ഈ ടാസ്കുകൾ നമ്മൾ ഓരോ പ്രൊജക്ട് ബേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് വരിക. ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നിങ്ങൾ എത്രത്തോളമാണ് ഇത് പഠിച്ചത് എന്നുള്ളത്. ഓരോ ഏരിയാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഔട്ട് അയച്ചു തരേണ്ടതായിട്ടുണ്ട്. അത് അയച്ചു തരികയും അതിനെ നമ്മൾ വാല്യുവേറ്റ് ചെയ്യുകയും അതിലുള്ള കറക്ഷൻസ് പറഞ്ഞു തരികയും ചെയ്യും. അതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ആ രൂപത്തിലാണ് മെയിൻലി ഇപ്പോൾ ക്ലാസ് പോകുന്നത്. ഇപ്പൊ നിലവിൽ നമുക്ക് 35ഓളം സ്റ്റുഡൻസുകൾ ഇപ്പൊ നിലവിൽ ആയിട്ടുണ്ട്. ആ സ്റ്റുഡൻസുകൾ എന്താണ് പലപ്പോഴും അവരുടെ ഡൗട്ടുകളെ ക്ലിയർ ചെയ്തിട്ട് എന്താണ് അവരുടെ സംഗതികൾ പ്രൊജക്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഞാനേ ഈ ബ്ലെൻഡർ അത്ര ഒരു കൊല്ലക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടല്ല, അത്ര യൂസ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ കണ്ടതാണ് ഈ ബ്ലെൻഡ് ഇറങ്ങാണ്ട്. സാറ് കണ്ടോ അറിയട്ടെ, ഞാൻ ഇപ്പോഴത്തെ കണ്ടുള്ളൂ ബ്ലെൻഡ്. അപ്പൊ നമ്മള് അത് ഒരു ആഡ് ഓൺ മാറി നമ്മള് ബ്ലെൻഡറിൽ ആഡ് ചെയ്താല് നമ്മള് എന്താണ് അതിന്റെ ഇത് ധാരാളം ടൂൾസുകൾ ഇപ്പൊ ബ്ലെൻഡറിലായിക്കോട്ടെ മറ്റു പല ഏരിയാസിലും നമുക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഏരിയാസിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ എന്താണ് നമ്മൾ ഒരിക്കലും കടന്നു വരില്ല എന്ന് പറയുന്ന കൂലിപ്പണിയിലേക്ക് വരെ ഇപ്പൊ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ അതിന് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ആവുക, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൂളുകളെ നമ്മൾ യൂസ് ചെയ്യുക, ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ടൂളുകളെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് നമുക്കിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബ്ലെൻഡ് AI എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ പലതരം ടൂളുകളുണ്ട്, ഒന്നല്ലെങ്കിൽ വേറെ ഒന്ന് എന്നുള്ള രൂപത്തിൽ ധാരാളം ടൂളുകൾ വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൂളുകളെ നമ്മൾ ലൈവ് സെഷനിലൂടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇപ്പൊ ലൈവ് വീക്കിലി വൺസ് ആയിരിക്കും ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പിന്നെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ റിപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇപ്പൊ ബ്ലെൻഡറിൽ കുറെ ആഡ് ഓൺസ് ഉണ്ടല്ലോ. അത് എല്ലാ ഏരിയാസും നമ്മള് അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി. നമുക്കിപ്പോ ഈ ഒരു സോഫ്റ്റ്വെയറിനെ 60 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് പഠിപ്പിച്ചു പോയെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന വലിയ ടാസ്ക് ആണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതിന് കുറച്ചുകൂടി സിലബസ് ബേസ് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടി സ്ട്രക്ചർഡ് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ പാത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഏരിയയിലൊക്കെ എത്താൻ പറ്റും, ഇന്ന രൂപത്തിലൊക്കെ ഇതിനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുതിയതായിട്ട് വരുന്ന ആഡ് ഓൺസുകൾ അല്ലെങ്കിൽ ഇന്നതുകൂടി ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് ആവും എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ലൈവ് സെഷനുകളിൽ അല്ലെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ്സുകളിൽ തന്നെ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു കാര്യം, ഇപ്പൊ എനിക്കും ഇത് കംപ്ലീറ്റ്ലി ഞാൻ പഠിച്ച ഒരാൾ എന്നുള്ള രൂപത്തിൽ ഒരാൾക്കും ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാൻ പറ്റൂല.
അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ആവില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ ചെയ്യുന്നതാവില്ല മറ്റൊരാൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളുകളാവില്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് പരസ്പരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ഗ്രൂപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഓപ്പൺ ഗ്രൂപ്പുകളിൽ ഇങ്ങനത്തെ സംഗതിയിലേക്ക് വന്നിട്ടുണ്ട്, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ ഇത് പരസ്പരം ഷെയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരിക, എന്നിട്ട് അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് സെഷനിലേക്ക് വരിക എന്നുള്ളത് മാത്രമാവുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യാന്ത്രികമായിട്ടുള്ള സംസാരം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഞാനും എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓരോ സെഷൻസുകളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ 2ാമത്തെ വേർഷൻ എന്ന് പറഞ്ഞു, ജസ്റ്റ് 2 മാസമായിട്ടുള്ളൂ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയിൽ തന്നെ പുതിയൊരു വേർഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇറക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ആവണമെന്നുള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം മിനിമം എത്ര സ്പെക്ക് വേണ്ടി വരും സിസ്റ്റം? നമ്മള് സ്പെക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് i5 മുതൽ തന്നെ നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചുകൂടി ഒരു ഗെയിമിംഗ് സീരീസുള്ള ലാപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിന്റെ റെൻഡറിങ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം i7 അല്ലെങ്കിൽ Ryzen 7 പിന്നെ റാം ഒരു ഏകദേശം 16-32 ഒക്കെ വരുന്ന രൂപത്തിലുള്ള റാം, 4GB ഗ്രാഫിക്സ് എന്നുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. i5 16GB റാം, ഒരു 4GB ഗ്രാഫിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ബെറ്റർ വർക്കിംഗ്, ബെറ്റർ പെർഫോമൻസ് ഉണ്ടാകുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ ഒരു ഞാൻ 2699 എന്ന് പറയുന്നത് ഈ ഒരു 2 ദിവസത്തിൽ ഈ ഒരു ടൈമിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഓഫറാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഇതിന്റെ എമൗണ്ട് ചേഞ്ച് ആവാണ്. മാക്സിമം ഈ ഒരു ടൈമിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ലിങ്ക് ഷെയർ ചെയ്യും. സാറിന്റെ വർക്ക് ഒന്ന് കാണാൻ കഴിയുമോ? അത് നമ്മൾ ഓൾറെഡി വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ഇതില് വരുന്ന സമയത്ത് നമുക്ക് കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില വർക്കുകളാണ്. ഇപ്പൊ ഇത് നമ്മൾ CGI ചെയ്തിട്ടുള്ള ചില വർക്കാണ്. പിന്നെ ഇതിലുള്ള ഓരോ പ്രൊഡക്റ്റിനെയും മറ്റു സംഗതികളൊക്കെ നമ്മൾ ആ രൂപത്തിൽ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തുള്ള വർക്കാണ്. അതിൽ റിഗിങ് കാര്യങ്ങൾ വരുന്നുണ്ട്, മറ്റു സംഗതികളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഈ മിയോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെയൊക്കെ നമ്മള് അവരുടെ പ്രൊഡക്റ്റിനെ ഒരു കപ്പ് നമുക്ക് ജസ്റ്റ് കാണിച്ചു തന്നു, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിനെ ടെക്സ്ചറിങ് ചെയ്ത് അതിനെ റെൻഡർ ചെയ്തെടുത്തുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇതൊക്കെ ആ രൂപത്തിൽ പ്രൊഡക്റ്റ് ഡിസൈനിങ് മറ്റു സംഗതികളൊക്കെ ആ രൂപത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ആനിമേഷന്റെ പാർട്ട് ചിലത് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉള്ളതാണ്, നമുക്ക് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസ്ക് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. ഞാൻ ഇപ്പൊ സ്റ്റുഡന്റ് ചെയ്തിട്ടുള്ള ചില വർക്കുകൾ ഇതിലുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിന്റെ ഈ ഒരു പാർട്ടൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു എലമെന്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റിനെ അവര് ഡെവലപ്പ് ചെയ്തെടുത്ത് ചെയ്തെടുത്തിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഇമേജ് ഒക്കെ. ഓക്കെ, ഓക്കെ അല്ലേ? MJ പിന്നെ പറയാം. പിന്നെ ഒരു കാര്യം, ഇത് ഈ കോഴ്സിനിടയിൽ ഈ ടെക്സ്ചറിങ്ങിന്റെ പാർട്ട് പഠിപ്പിക്കുന്ന സമയത്ത് സബ്സ്റ്റൻസ് പെയിന്റർ സബ്സ്റ്റൻസ് പെയിന്റർ അതിന്റെ പാർട്ട്
ഞാൻ അത് എന്താണ് ഇതില് വന്നതിന് ശേഷമാണ് അതിനെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഈ ടെക്സ്റ്ററിന്റെ പാർട്ടിൽ ഏതായാലും അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നമുക്ക് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പല പാർട്ടുകൾ എന്ത് വന്നിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഏകദേശം പറയാന്നുണ്ടെങ്കിൽ ആർക്കിടെക്ട് മേഖലയിൽ വരുന്ന കുറെ ആളുകൾ ഇതിലേക്ക് കോഴ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആർക്കിടെക്ട് മേഖലയിൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആനിമേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അതിലേക്കുള്ള എലമെന്റ്സുകളെ ആർക്കിടെക്ട് പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഈ ഒരു കോഴ്സ് റെക്കോർഡിങ്ങിൽ നമ്മൾ വരുന്നത് ആർക്കിടെക്റ്റിനെ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കേസ് നമ്മൾ അതിലേക്ക് എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്ററിങ്ങിന്റെ പാർട്ടിൽ അത് എന്തായാലും ഒരു ക്ലാസ് 2 ക്ലാസ് ആയിട്ട് അതിന്റെ പാർട്ട് എന്തായാലും നിലവിലുണ്ടാവും. ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. പറയൂ. ക്ലാസ്സിനിടെ സാർ ഇങ്ങനെ പറഞ്ഞു ലൈഫ് ടൈം സപ്പോർട്ട് നമുക്ക് തരുതില്. അതെ, ലൈഫ് ടൈം സപ്പോർട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ആക്സസിലും ഉണ്ടാവും. പിന്നെ എന്താണ് ഈ ഒരു സപ്പോർട്ടായിട്ട് തന്നെ നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ധാരാളം ഡൗട്ടുകൾ വരാനുള്ള കേസ് ഉണ്ട്, ധാരാളം അപ്ഡേഷൻസുകൾ നടക്കാനുള്ള ഏരിയയും എന്തിലുണ്ട്, ഓരോ സോഫ്റ്റ്വെയറിലും ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനുമായി എൻഗേജ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒരു 4-5 മാസം ഈ ഒരു സോഫ്റ്റ്വെയർ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ബാക്കൗട്ട് ആയി പോകും. അപ്പൊ അങ്ങനത്തെ സംഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാനല്ല എങ്കിൽ മറ്റൊരാളെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അങ്ങനെ പരസ്പരം കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു കോഴ്സിനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടർത്ഥത്തിലാണ്. നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എന്നുള്ള രൂപത്തിൽ ടെലഗ്രാം ഗ്രൂപ്പായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്പറുകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടേണ്ട എന്നുള്ള രൂപത്തിലാണ് ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് നമ്മളൊന്ന് കണക്റ്റ് ആയി നമ്മൾ പരസ്പരം ഒന്ന് റെഡി ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പറുകൾ ഷെയർ ചെയ്യാം. ആ രൂപത്തിൽ ആണ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഹാക്കത്തോൺ പ്രോഗ്രാംസുകൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ചില ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ചില സ്പെഷ്യൽ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ സ്പെഷ്യൽ ആക്സസ് ആയിട്ടും അതിന്റെ പല ലെവലിലുള്ള മെമ്പേഴ്സ് ആയിട്ടും ഒക്കെ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക. അതാണ് മെയിൻലി കമ്മ്യൂണിറ്റി കൊണ്ട് വരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഷെയറിങ് ഹബ്ബായിട്ട് മാറുന്ന രൂപത്തിലേക്കുള്ള ഒരു ടീം. നമുക്ക് എപ്പോഴും എന്തും സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന, അപ്ഡേറ്റുകളെ എപ്പോഴും നേടിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഹലോ പറയൂ. ഒരു ഡൗട്ടാണ്, ഈ മായയില് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രോജക്റ്റ് അത് ഞാൻ മായയില് ചെയ്ത പ്രോജക്റ്റ് ഒന്ന് എക്കോ വരുന്നുണ്ട്. മായയില് ആൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള പ്രോജക്റ്റ് ബ്ലെൻഡറിൽ എടുക്കുമോ? അത് OBJ ഫയലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ OBJ ഫയലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മായ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മായയുടെ ഒരു പാർട്ട് നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്ന് അപ്ഡേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ മെയിൻലി എക്സ്പ്ലോർ ചെയ്തിട്ട് ഏരിയ എന്ന് പറയുന്നത് ബ്ലെൻഡർ ആണ്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്തെടുത്തോളം മായ എന്നുള്ള OBJ ഫയലുകൾ മായയിൽ മെയിൻലി വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ മോഡലിംഗ് പോലെയുള്ള വർക്കുകളാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിലുള്ള സിമുലേഷൻസുകളും മറ്റു സംഗതികളൊക്കെ മാറ്റം ഉണ്ടാവാൻ തോന്നുന്നുണ്ട്. പറയൂ. ഹലോ.
സാറേ ഞാൻ ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ലാഗ് ആയിക്കൊണ്ടാണ് ക്ലാസ്സിൽ കയറിയത്. ആ അതുകൊണ്ട് സാറിന്റെ ഇൻട്രൊഡക്ഷൻ കറക്റ്റ് കേട്ടിട്ട് സാറിന്റെ ഈ ഓഫീസോ അല്ല അക്കാദമി എവിടെ ഉള്ളത് കറക്റ്റ് സ്ഥലം? ആ നമ്മളെ അക്കാദമി ഉള്ളത് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലാണ് നമ്മളെ അക്കാദമി വരുന്നത്. നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ ബ്ലെൻഡർ, ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ പ്രോ, സോഷ്യൽ ഗ്രാഫിക് ഡിസൈനിങ് പോലെയുള്ള എല്ലാ സോഫ്റ്റ്വെയറും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിമീഡിയ എന്നുള്ള രൂപത്തിൽ തന്നെ എല്ലാ സോഫ്റ്റ്വെയറും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ട് 6 മാസത്തെയും 3 മാസത്തെയും 8 മാസത്തേക്കുള്ള പാക്കേജുകളായിട്ടും കൊടുക്കുന്നുണ്ട്. കൊണ്ടോട്ടി എവിടെയാണ്? ഞാൻ കൊണ്ടോട്ടിയാണ്. ഞാൻ ഒരു കൊണ്ടോട്ടി ഹോസ്റ്റലിൽ താമസിക്കണം. കൊണ്ടോട്ടി തുറക്കല്. കൊണ്ടോട്ടിയിൽ നമ്മൾ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത്, ബസ് സ്റ്റാൻഡ് ഏകദേശം 200 മീറ്റർ മാറിയിട്ടുള്ള KP മാൾ എന്ന് പറയും, അല്ലെങ്കിൽ ബഡ്ജറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് സ്ഥാപനം വരുന്നത്. അവിടെ വരാൻ പറ്റും നാളെ? നാളെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് അഡ്മിഷൻ എടുത്താൽ പോരെ? ഓക്കെ, സംസാരിക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഞാൻ പറയുന്നത് ഇന്ന് നാളെയും കൂടിയാണ് ഈ ഒരു ഓഫറിൽ നമുക്ക് പ്രൈസ് കിട്ടുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 4900 ആയിരിക്കും, 4999 ആയിരിക്കും. അടുത്ത ദിവസം മുതൽ മെയ് 1 മുതൽ 4999 ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും അപ്ഡേഷൻസുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സാർ ലാസ്റ്റത്തെ റേറ്റ് പറഞ്ഞേ? ഓഫർ 2699. നാളെ കിട്ടൂല? നാളെ ഈ വെബിനാറിൽ പങ്കെടുത്ത ആളുകൾക്ക് നാളെ കൂടി നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാക്സിമം പെട്ടെന്ന് ആക്കാനായിട്ട് ശ്രമിക്കുക. നാളെ എന്നുള്ള ഒരു പ്രശ്നം വരാതിരിക്കാനാണ്. മെയ് 1 എന്താവും, ഈ ഒരു ഓഫർ ക്ലോസ് ആവും. പിന്നീട് നമുക്ക് 2099 ഓൾറെഡി കൊടുക്കുന്നത്, അതുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് 4999 മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാനുള്ള കാര്യം തന്നെ. ഓക്കെ, ഇനി ഡൗട്ടുകളൊന്നും ഇല്ല എന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം ഈ ഒരു ഓഫർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഡൗട്ടുകളില്ലാന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വരുന്ന മീറ്റിങ്ങുകളിലും വരുന്ന സമയത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട് എന്നാണ്